ഫിർഔനിന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പം വ്യാഖ്യാതാക്കള് ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് നിന്റെ അധികാരം കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആള് വേറെ ലെവലിലായി. യുദബ്ബിഹൂന അബ്നാഅഹും, ആൺമക്കളെ കൊല്ലാൻ തുടങ്ങി. വയസ്തഹ്യൂന നിസാഅഹും, പെണ്ണുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അവസാനം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഫിർഔനോട്, ആൺമക്കളില്ലെങ്കിൽ ഇനി എന്തുണ്ടാവൂല, ജനറേഷൻ ഉണ്ടാവൂല, പുതിയ മക്കളില്ല, ഇതോടുകൂടി തീർന്നു പോവും, പിന്നെ ഖിബ്തികൾക്ക് ജോലി ചെയ്യിപ്പിക്കാനുള്ള ആളുണ്ടാവൂല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു കൊല്ലം കൊല്ലാനും മറ്റേ കൊല്ലം വെറുതെ വിടാനും കൽപ്പിച്ചു. ഈ കൊല്ലം ജനിക്കുന്ന ആൺമക്കളെ കൊല്ലുക, അടുത്ത കൊല്ലം ജനിക്കുന്ന ആൺമക്കളെ ജീവിക്കാൻ സമ്മതിക്കുക. ഹാറൂൻ നബി മൂസ നബിന്റെ ഉമ്മ പ്രസവിക്കുന്നത് കൊല്ലണ്ടെന്ന് പറഞ്ഞ വർഷത്തിലാണ്. അവിടെ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ മൂസ നബി ജനിക്കുന്നതോ കൊല്ലാൻ കൽപ്പിച്ച വർഷത്തിലാണ്. മൂസന്റെ ഉമ്മ പ്രസവിച്ചു. പട്ടാളക്കാർ അറിഞ്ഞാൽ വരും, കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു പറയാണ്, ഞാൻ മൂസാന്റെ ഉമ്മാക്ക് വഹി അറിയിച്ചു, തോന്നിപ്പിച്ചു കൊടുത്തു. അൻ അർദി, മുലയൂട്ടിക്കോളിയും, പ്രശ്നമില്ല, പാല് കൊടുത്തോ, കാര്യം ഞാൻ ഏറ്റു. ഇനി ഫഇദാ ഖിഫ്തി അലൈ, നിനക്ക് പേടിയുണ്ടോ ഫിർഔന്റെ പട്ടാളക്കാർ വരും, പിടികൂടും, കൊല്ലുന്ന്, അങ്ങനെയാണെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. പേടിക്കേണ്ട കാര്യമില്ല. ഒരു കൂടുണ്ടാക്കി അതിൽ കടത്തി നദിയിലേക്ക്, ഫിൽ യമ്മി, നദിയിലേക്ക് ഒഴുക്കി വിട്ടോളിൻ, ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാൻ തിരിച്ചു തരുന്നു മാത്രമല്ല, നിന്റെ മോനെ ഞാൻ റസൂലാക്കിയിട്ടായിരിക്കും തിരിച്ചു തരിക, റസൂലാക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് മൂസ നബിന്റെ ഉമ്മാക്കൊരു ധൈര്യം അല്ലാഹു കൊടുത്തു. ഉടനെ തന്നെ പെട്ടി ഉണ്ടാക്കുന്നു, ആ പെട്ടിയിൽ കുഞ്ഞിനെ കടത്തുന്നു, നദിയിലേക്ക് ഒഴുക്കി വിടുന്നു. പ്ലാനറാണ് അല്ലാഹു. ഇങ്ങനെ 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 സബബുകൾ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് തീരുമാനത്തിലെത്തിക്കും. ഫിർഔന് മക്കളില്ല, ഫിർഔന് മക്കളില്ല. ഭാര്യ ആസിയ രാജ്ഞിയാണ്, കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ആസിയ ബീവിയും തോഴിമാരും ഈ നദിയുടെ വക്കത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ദൂരെ മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ ഒരു പെട്ടി കാണുകയാണ്. തോഴിമാരെ കൊണ്ട് എടുപ്പിച്ചു. പെട്ടി തുറന്ന് നോക്കുമ്പോക്കും നല്ല സുന്ദരനായ ഒരു കുഞ്ഞ്. മൂസ നബിന്റെ നിറം എന്താണെന്നറിയോ? ഡാർക്കാണ്, വെളുപ്പല്ല. ആരാ പറഞ്ഞ വെളുപ്പിനാ സൗന്ദര്യം? എല്ലാരും വെളുക്കാനാ കാത്തിരിക്കുന്നത്. ഫായിസാവും പിന്നേതാ കാസർഗോഡ് നിന്ന് വരുന്ന, കാസർഗോഡ് വീട്ടിന്റെ അടുക്കളയിൽ ചില കമ്പനികളുണ്ട്, വെളുത്തിട്ട് പാറുന്ന കമ്പനികൾ. വേദിച്ച് വാരി തേച്ച് ഒരു 40 വയസ്സെല്ലാം ആകുമ്പോഴേക്ക് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ട് നിൽക്കും. 35 വെളുപ്പുണ്ടാവും, 40 ആകുമ്പോഴേക്ക് ആള് പോയിട്ടുണ്ടാവും. മുസ്ലിമി കറുപ്പാണ്. അതുകൊണ്ടാണ് മുസ്ലിമിക്ക് അള്ളാഹു കൊടുത്തൊരു മൗജിസത്ത്, ഈ നിറം കുറഞ്ഞ കൈ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പം അത് വെളുത്തിട്ടുണ്ടാവും. മൗജിസത്ത്. പെട്ടിയെടുത്ത് നോക്കുമ്പോൾ അതിനൊരു കുഞ്ഞ്. ആസിയയാണ് മൂസ എന്നുള്ള പേര് വെക്കുന്നത്. മുസ്ലിമിന്റെ ഉമ്മ പേര് വെച്ചിട്ടില്ല, കാരണം അപ്പോഴത്തേക്ക് ഒടുക്കി വിട്ടില്ലേ. എന്താ മൂസാന്റെ അർത്ഥം? 3 പറഞ്ഞാൽ വെള്ളം അവരുടെ ഭാഷയിൽ, സാ എന്ന് പറഞ്ഞാൽ മരം. അപ്പം വെള്ളത്തിൽ മരങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞ് എന്നർത്ഥത്തിലാണ് മൂസ എന്ന പേര് ആസിയ മൂസ നബിക്ക് വെക്കുന്നത്. ആരെയാണോ ഫിർഔന് പേടിച്ച് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നത്, അഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് മൂസ നബിനെ അള്ളാഹു എത്തിക്കാൻ പോവാണ്. ആസിയ കണ്ടപ്പോൾ തന്നെ കോരിയെടുത്തു. നേരെ ഫിർഔനെടുത്ത് പോയിട്ട് പറഞ്ഞു, അള്ളാഹു നമുക്ക് തന്ന ചാൻസാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൊന്നുകളയണ്ട, നമുക്കൊരു മകനായിട്ട് ഇവനെ പോറ്റാം, വളർത്താം. ആസിയാന്റെ ഭാര്യന്റെ വർത്താനം കേട്ടപ്പോ ഫിർഔൻ വരെ എന്തായിട്ടുണ്ട്, പിന്നല്ലേ നമ്മള്. ഞാൻ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ വരെ വീടിന്റെ വർത്താനം കേട്ടപ്പോ അതിൽ വീണുപോയി. കാരണം പട്ടാളക്കാർക്ക് കൊല്ലാനുള്ള കൽപ്പന കൊടുത്ത ആളാ. ഓള് വന്നിട്ട് 2 വർത്താനം പറഞ്ഞപ്പോ വന്നാ പിന്നെ ഓക്കെ വളർത്ത്. അങ്ങനെ അള്ളാഹ് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ മൂസ നബിയെ ഫിർഔന്റെ താടിയും പിടിപ്പിച്ചിട്ട് വളർത്തി. ഫിർഔന്റെ മഴിയിൽ ഇരുത്തിയിട്ട് ഫിർഔന്റെ ബെഡുമൊക്കെ എടുത്തി ഉറക്കിയിട്ട് അള്ളാഹു വളർത്തി. മൂസല്ലദീ റബ്ബാഹു ഫിർഔനു, മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. ജിബ്രീൽ പോറ്റിയ വേറൊരു മോനുണ്ട്, ആരെന്നറിയോ?
കഥ പറഞ്ഞ നേരം വിളിക്കും. മൂസല്ലദീ റബ്ബാഹു ഫിർഔനു, ഫിർഔൻ പോറ്റി വളർത്തിയ മൂസ മുർസലു, അല്ലാഹുവിന്റെ റസൂലായി. വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു, എന്നാൽ ജിബ്രീൽ പോറ്റിയ ഒരു മോനുണ്ട്, ആ മോൻ കാഫിറായി മാറുകയും ചെയ്തു. ഹിദായത്ത് ആരുടെ കൈമലാണ്? അല്ലാഹുവിന്റെ കൈമലാണ്. സാമിരിനെ കേട്ടില്ലേ? സാമിരി ജിബ്രീലാണ് പാലും കൊണ്ടേ കൊടുത്തിട്ട് വളർത്തിയെടുത്തത്. ആ സംഭവം വേറെ ഇബ്നു കസീറിലൊക്കെ വിശദമായിട്ട് ആ സംഭവം വരുന്നുണ്ട്. ആ സാമിരി കാഫിറായി അവസാനം ബനൂ ഇസ്രായേലിനെ പശുക്കുട്ടിനെ ഉണ്ടാക്കി അതിനെ ആരാധിപ്പിക്കുന്നതിന്റെ പണി മൊത്തം എടുത്തത് ആ സാമിരിയാണ്. എന്നാൽ ഫിർഔന്റെ വീട്ടിൽ വളർന്നതോ റസൂലായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായി. കൊട്ടാരത്തിലല്ല വളരുന്നു, ആൾക്കാർക്കിടയിൽ സുസമ്മതനാണ്, കൊട്ടാരവാസിയാണ്. ആസിയ രാജ്ഞി പൊന്നുപോലെ നോക്കുന്ന കുഞ്ഞാണ്. അപ്പോഴും മൂസന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ബനൂ ഇസ്രായേൽ. അതിന്റെ കാരണം എന്താ അറിയോ? കൊട്ടാരത്തിലെത്തിയപ്പോൾ കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല. പാൽ കുടിക്കുന്ന പ്രായത്തിലല്ല ഉമ്മ ഒഴുക്കിയത്. അങ്ങനെ ആസിയ നാട്ടിലുള്ള മുലയൂട്ടുന്ന സ്ത്രീകളെ മുഴുവനും വിളിച്ചു വരുത്തി വലിയ വലിയ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പ്രഖ്യാപിച്ചു. ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന് കുഞ്ഞിന് മുലകൂട്ടാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ എല്ലാം കൂടി അങ്ങ് വന്നു. കാരണം എന്ത് കിട്ടും? പൈസ കിട്ടും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലകൂട്ടാൻ വേണ്ടി വന്നപ്പോഴോ ആ പുരക്കേക്കാരും കയറുന്നില്ല. കാരണം അത് ആ അബൂ താലിബിന്റെ ഫക്കീറിന്റെ മിസ്കീൻ, അവിടെ എന്താ കിട്ടുക? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഹലീമ ഏറ്റെടുത്ത് തിരിച്ചു പോകുമ്പോഴേക്കും വന്ന കൂട്ടുകാരികളെക്കാൾ വലിയ പണക്കാരിയായി ഹലീമ റളിയല്ലാഹു അൻഹാ. പിന്നെ അവർ മുസ്ലിമായി. എല്ലാവരും വന്നു. അല്ലാഹു പറയാണ്, മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ ഞാൻ മൂസക്ക് ഹറാമാക്കി. ഒരാളെ പാലും കുടിക്കുന്നില്ല. ഞാൻ പോലെ ആളുണ്ട്, ഒരൊറ്റ ആളെ പാല് കുടിക്കുന്നില്ല. ഇതാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. നമ്മളെ കുഞ്ഞ് ഒരു 10 മിനിറ്റ് കരഞ്ഞാൽ എന്താക്കുക? നമ്മൾ ഉപ്പന്മാരെന്താക്കുക? എടുത്തിട്ട് പോവണം, അപ്പുറത്താറ്റ് പോയിട്ട് കിടന്നെന്ന് പറയാം. നമ്മള് അത്രക്ക് നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ കുഞ്ഞിങ്ങനെ കരഞ്ഞാല് ദേഷ്യം പിടിച്ചു ഫിർഔന്. ഇത് കരച്ചിൽ നിർത്തണ്ടേ? ഇതാരും പാല് കുടിക്കുന്നില്ല, വിളംബരം ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് കൊട്ടാരത്തിൽ ഭയങ്കര ചർച്ച. ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, ഒരാളെ പാലും കുടിക്കുന്നില്ല. എന്തായിരിക്കും ഇങ്ങനെ പോയാൽ അവസ്ഥ? മൂസ നബിന്റെ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾ അന്ന് കൊട്ടാരത്തിന്റെ ഭാഗത്തു കൂടി നടന്നു പോകുമ്പം ഈ ചർച്ച കേൾക്കുകയാണ്. പാല് കുടിക്കുന്നില്ല. ഉമ്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ട്, കൊട്ടാരത്തിൽ ആ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ഉമ്മക്കൊരു കൈ നോക്കിക്കൂടെ? അപ്പൊ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറഞ്ഞു, ഞാനും പോവാ. അങ്ങനെ ഉമ്മ പോയി. ഉമ്മ കുഞ്ഞിനെ വാങ്ങിയതും കരച്ചിൽ നിന്നു. ഉമ്മമാരോട് ചേർത്തു. കുഞ്ഞ് ഭയങ്കര വിശപ്പുള്ള ആട്ടുംകുട്ടി പാൽ കുടിക്കുന്ന പോലെ മൂസങ്ങ് പാൽ കുടിക്കാൻ തുടങ്ങി. നേരത്തെ അള്ളാഹ് പറഞ്ഞെന്താണ്? ഇന്നാ റദ്ദൂഹു ഇലൈക്ക്, ഞാൻ നിനക്ക് നിന്റെ മോനെ തിരിച്ചു തന്നോളാം, ധൈര്യമായിട്ട് വെള്ളത്തിൽ വിട്ടോ. അതാണ് യഖീൻ. മൂസ നബി ഉമ്മ വിട്ടു. തിരിച്ചതേപോലെ അള്ളാഹു മോനായിട്ട് തന്നെ കൈമ കൊടുത്തു. വളർന്നു വന്ന മൂസ നബിന്റെ ഉള്ളിലുള്ളത് ഹിസ്ബിയത്താണ്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലിന്റെ ഇത് ഖിബ്തികളോട് തീരെ ഇഷ്ടമല്ല. യുവാവായി ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ രണ്ടാൾക്കാരെ അടി. ഒരു ഖിബ്തിയുണ്ട്, ഒരു ഇസ്രായേലുണ്ട്. ഒരിഞ്ഞടി. മൂസ ജിമ്മാണ് ആള്. ജിമ്മെന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ടുണ്ടാക്കിയതല്ല, മൊത്തത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഭയങ്കര ആരോഗ്യമാണ്. ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടപ്പം ഈ ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു, മൂസ അങ്ങനെ പോലപ്പോ ഒന്ന് സഹായിച്ചൂടെ? എന്റെ ആളല്ലേ, വന്നൊരടി കൊടുത്തിട്ടേ ഉള്ളൂ, ഈ ചങ്ങായി മരിച്ചു. ഫവക്കസഹു മൂസ ഫഖദ അലൈഹി, അടി കൊണ്ട ക്ഷണം ഇവൻ മരിച്ചുപോയി. അള്ളാന്റെ തർത്തീബാണ്. കാരണം ഇനി എന്തെല്ലോ പ്ലാൻ നടക്കാറുണ്ട്, ഇനി ഇവൻ മരിക്കണം. മരിച്ചു. മൂസ നബി തൗബ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. ആരും അറിഞ്ഞില്ല. കാരണം ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയല്ലേ. ഇവനെ ഒളിപ്പിച്ചു വെച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടിൽ ഭയങ്കര ചർച്ച. ഇതാരാ കൊന്നത്? ആരും അറിയുന്നില്ല. ഈ രണ്ടാക്കി അറിയും, മൂസ നബിക്കും ഈ മറ്റേ ചങ്ങായിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലി മറ്റൊരു ഇസ്രായേലുമായിട്ട് അടി. അപ്പൊ ഉണ്ട് ആള് നടന്നു വരുന്നു. അപ്പോ ഒരടി കൊണ്ടിട്ട് മരിച്ചത് ഇവൻ കണ്ടതാ നേർക്ക് നേരെ. ഇവന് പേടിയായി.
അപ്പൊ ഇതിൽ ഇടപെട്ടിട്ട് മൂസങ്ങാനെ എന്നെ അടിച്ചാൽ ഞാൻ മരിക്കുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ തന്നെ ഇവൻ മൂസ, നീ അടിക്കാൻ വരുന്നതായിരിക്കും അല്ലേ, നീ വല്ല കുഴപ്പക്കാരനാണല്ലോ, ഇന്നലെ മറ്റവനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാ? രഹസ്യം പാട്ടായി. ഇവനത് പറഞ്ഞുപോയി, ഇന്നലെ മറ്റവനെ കൊന്ന പോലെ നീ എന്നെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? ആൾക്കാർ അറിഞ്ഞു, ആട് തടിച്ചു കൂടാൻ തുടങ്ങി. അപ്പോഴാണ് പട്ടണത്തിന്റെ അങ്ങ് മൂലക്കുന്ന ഒരാൾ ഓടിയിട്ട് പറഞ്ഞു, യാ മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. മൂസ, കൊട്ടാരത്തിൽ നീയാ കൊന്നു എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. രാജാവ് ഒരു പട്ടാളത്തിനെ ഏർപ്പാടാക്കി നിന്നെ കൊല്ലാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വണ്ടി വിട്ടോ. ഇന്നി ലക്കൽ മിനൻ നാസിഹീൻ. ഞാൻ നല്ല വെറുതെ തമാശ പറയുന്നല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. വിട്ടോ. നിന്ന നിപ്പിൽ മൂസ നബി ഓടി, നാട് വിട്ടു. ഒരു പ്രവാചകരാകാൻ പോകുന്ന ആളെ കൊണ്ടാണ് അള്ളാഹു ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. വിട്ടു. ഓടടാ ഓട്ടം, പേടിച്ച് ഉറച്ചിട്ടാ പോകുന്നു. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. പേടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് ഓടുകയാണ് ഹൈ സ്പീഡിൽ. കുറെ സഞ്ചരിച്ച് ഏതോ നാട്ടിലെത്തി. ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സീൻ മാറി. ഇപ്പൊ ഫിർഔനും ഖിബ്തിയും ബനൂ ഇസ്രായേലും ഉമ്മ പെങ്ങളൊക്കെ മിസ്റിലാണ്. ഇദ്ദേഹം വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. രാവിലെയായി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കുറെ ആൾക്കാർ ആടുകളെയും കൊണ്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു വെള്ളം കുടിപ്പിക്കാൻ. മുസ്ലിം എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് കാണുകയാണ് ചിത്രം. ഇവരൊക്കെ വന്ന് താങ്ങിപ്പിടിച്ച് കിണറ്റിന്റെ മൂടി മാറ്റി അവര് കൊണ്ടുവന്ന ആടുകൾക്കുള്ള ഇഷ്ടം പോലെ വെള്ളവും കൊടുത്ത് ആ മൂടി അങ്ങ് മൂട്ടി. നോക്കുമ്പോൾ 2 പെമ്പിള്ളേര് ദൂരെ മാറി നിൽക്കുന്നു. അതാണ് തറവാട്ട് പറഞ്ഞ പെമ്പിള്ളേരുടെ രീതി. ഇങ്ങനെ നിൽക്കൂല ആമ്പിള്ളേരുടെ കൂടെ, 2 എണ്ണം ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇവരാണെങ്കിലോ ഈ മൂടി എടുത്ത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ആട്ടിനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഇവരാകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നിട്ടാണ് നിൽക്കുകയാണ്. ഖാലമാ ഖത്ബുകുമാ. അപ്പൊ മൂസ നബി ചോദിച്ചു, എന്താ നിങ്ങളെന്താ എടുക്കുന്നത്, പോകുന്നില്ലേ? അപ്പൊ അവര് പറയാണ്, ലാ നസ്ഖി ഹത്താ യുസ്ദിറ അർറിആഉ വഅബൂനാ ശൈഖുൻ കബീർ. എന്താ ചെയ്യാ, ആടിന് വെള്ളം കൊടുക്കാണ്ട് പോകാൻ കഴിയില്ല. ഇവരാണെങ്കിൽ ഇത് അടക്കും ചെയ്തു. നമ്മളെ ബാപ്പയാണെങ്കിൽ വയസ്സനായി ഇങ്ങോട്ട് വരാനൊന്നും പറ്റൂല. ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ, വെള്ളം നമുക്ക് കിട്ടൂല. ഇവർ കുടിപ്പിച്ചിട്ട് അവരങ്ങ് പോകും. നമ്മളെ ആടിങ്ങനെയാവും. ഇവര് കസീർ അഹമ്മദ് പറഞ്ഞു, മൂസ നബി ഇരുന്നിടത്തുനിന്ന് കൈകൊണ്ടൊന്നും നീക്കി. ഏത് 10 ആൾക്കാർ പിടിച്ചു വെച്ച് അതിന്റെ മൂടി കൈകൊണ്ടങ്ങ് മാറ്റി. പറഞ്ഞു ആ വെള്ളം കുടിപ്പിക്കുന്നു. മുസനബി മാറി നിന്നു. അവര് വെള്ളം കുടിച്ചു. മുസനബി അത് അടച്ചു. അവരങ്ങ് പോയി. അദ്ദേഹം ഒരു മരത്തിന്റെ താഴെ പോയി എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽതു ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നിന്റെ നന്മ, നിന്റെ സഹായം ആവശ്യക്കാരനാണ്. നാടും വീടും വിട്ട് വന്ന് എനിക്കൊന്നും തിരിയുന്നില്ല, എന്താ ആക്കണ്ട്? ഇങ്ങനെ ആകാശം ഇരിക്കുമ്പോ ഉണ്ട് ഒരു പെണ്ണിങ്ങനെ വരുന്നു. ഏത് നേരത്തെ പോയ 2 പൊമ്മക്കളിൽ ഒന്ന്. ഇവർ 2 ആളും പോയിട്ട് എന്ത് ചെയ്തു, ഉപ്പാനോട് കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടായി വാപ്പ. കാരണം ഇത് ഡെയിലി സംഭവമാണ്. ഇവർക്ക് വെള്ളം കിട്ടലില്ല. ഇന്ന് കിട്ടിയപ്പോൾ സന്തോഷമായി. ഒരാളുണ്ട്, അയാൾ നമ്മളെ സഹായിച്ചതാണ്, അയാളാ വെള്ളം തന്നത്. അപ്പൊ ഉപ്പ പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് വാ. فجاءته إحداهما تمشي على استحياء. ആ 2 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് വന്നു. തെംഷി അലസ്തിഹ്യ, നാണത്തോടെ നടന്നുകൊണ്ട് വന്നു. എങ്ങനെ നാണത്തിന്റെ നടത്തും? അതൊന്നും ഇപ്പം മടക്കിട്ട് നോക്കിയാൽ കിട്ടണമെന്നില്ല. കഴിഞ്ഞ തലമുറ, നമ്മളെ ഉമ്മയും നമ്മളെ പെങ്ങന്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ആ നടത്തം ചിലപ്പോൾ തിരിയണമെന്നില്ല. നാണത്തോടെയുള്ള, ലജ്ജയോടെയുള്ള നടത്തം. പഴയ ഉമ്മമാരെ പറഞ്ഞു കണ്ടില്ലേ, ഒന്നാമതൊന്നും കാണൂല, അതിന്റെ മുകളിൽ കുടയും പിടിക്കും. ഇനി കുടയും പിടിച്ച് മുഖവും മറിച്ചിട്ടാ ഉള്ളതെങ്കിലും ആരെങ്കിലും അന്യര് പോയാൽ കുട ഒന്ന് താക്കും. അത്ര ശ്രദ്ധിച്ചിരുന്നു അവർ. തംഷി അലസ്തിഹ്യ, നാണിച്ചുകൊണ്ട്. അല്ല പറയാണ്, ഒരു പെണ്ണിന്റെ നടത്തം എങ്ങനെയാവണം? ആ നാണത്തോടെയാവണം. ഇത് ജീൻസ് പാന്റും ടീഷർട്ടും അരടാ നാലുണ്ടാ നാല് എന്ന് വിചാരിച്ച നടക്കാണ്. ഇപ്പൊ ജിമ്മും പെമ്പിള്ളർ ജിമ്മും എടുത്ത് മസിലും ആക്കിയിട്ട് അത് കാണുന്ന തരത്തിലുള്ള കുപ്പായം ഇട്ടിട്ടാണ് പിന്നെ ഫേസ്ബുക്കിലും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നു പെമ്പിള്ളർ. 2 മസിലും പൂർപ്പിച്ചിട്ട് പ്രോട്ടീന്റെ പരസ്യത്തിൽ മൊത്തം പെമ്പിള്ളർ. പണ്ടെല്ലാം ജിമ്മ് ആൺപിള്ളർക്ക് മാത്രമുള്ളതാണ്, ഇപ്പൊ മെയിനായിട്ട് അവരാണ്. അടങ്ങി ഒതുങ്ങി വന്നിട്ട് പതുക്കെ പറഞ്ഞു, ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. നിങ്ങളമ്മ ആടുകൾക്ക് വെള്ളം തന്നല്ലോ, നമ്മൾക്ക് വെള്ളം കോരി കൊണ്ടാൻ സഹായം ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾക്കുള്ള പ്രതിഫലം തരാൻ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്.
ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ആ പെണ്ണുപ്പാനോട് പറഞ്ഞ 2 ഗുണങ്ങളാട്ടോ. മടക്കേരിയെല്ലാം ജോലിക്കാരായതുകൊണ്ട് കച്ചവടക്കാരായതും കേട്ടോളൂ. ഖവിയ്യുൻ അമീൻ. ആ പെണ്ണ് പറയാണ്, ഈ ജോലി ചെയ്ത ആളുണ്ടല്ലോ, ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാം, ഖവിയാണ്, നല്ല സ്ട്രോങ് ആണ്. അതായത് ഏത് മേഖലയിലാണോ ഉള്ളത് ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആളെ ആ ജോലി ചെയ്യാവും. ആ ഖുവ്വത്ത് വേണം. പിന്നെ അമീൻ, വിശ്വസ്തത വേണം, കള്ളനായിക്കൂടാ. ഏത് മേഖലയിലുണ്ടോ ആ മേഖലയിൽ വിശ്വസ്തത കാണിക്കണം. ഇതുള്ള ആളാണ്. മൂസാ നബി പറഞ്ഞു, ശരി എന്നാ പിന്നെ പോവാ, നീ എൻ്റെ ബാക്കിൽ നടന്നാൽ മതി, ഞാൻ മുമ്പിലാ നടക്കുക. എൻ്റെ വഴി തെറ്റുമ്പം നീ എന്നോടൊന്ന് എന്തെങ്കിലും ശബ്ദമോ മറ്റോ ഉണ്ടാക്കിയിട്ട് പറഞ്ഞെന്നാ മതി, ഞാൻ മുമ്പിൽ നടക്കാം. പെണ്ണിന്റെ ബാക്കിലാണ് നടന്നൂടാ. എന്താ കാര്യം? അതന്നെ കാര്യം, തിരിച്ചില്ല, അതന്നെ കാര്യം. ആണെപ്പോഴും മുമ്പിലാണ്, പെണ്ണ് ബാക്കിലാണ്. ഇത് പറഞ്ഞാൽ എന്നോട് പെണ്ണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമെന്നും അറിയില്ല. അങ്ങനെയാണ് അതിന്റെ രീതി. മോള് വഴി കാണിച്ചു കൊടുത്തു, പുരക്കെത്തി. അപ്പോൾ ഉണ്ട് അവിടെ ഒരു വയസ്സനായ മനുഷ്യൻ. ഷുഐബ് നബിയാണെന്നാ പൊതുവെ പറയുക, പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഷുഐബ് നബി അല്ല, ഒരു സാലിഹായ മനുഷ്യൻ. മൂസാ നബി ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്തു, തുടക്കം തൊട്ടുള്ള കഥകൾ മൊത്തം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ തഖഫ്, ഒരു പേടിയും വേണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അതല്ല എവിടെയോ ഉള്ളത് നിങ്ങൾ പറയുന്ന നാട്, ഇത് വേറെ എവിടെയോ നിങ്ങളുള്ളത്. എന്തോട്ടം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്, അതെല്ലാം അങ്ങ് എവിടെയോ കഴിഞ്ഞു. ഒരു പേടിയും വേണ്ട, നിങ്ങൾ ആരും കാണൂല്ല, പിടിക്കൂല്ല, അറിയൂല്ല, എടുക്കൻ. ഈ പെണ്ണ് പറഞ്ഞു, യാ അബതിസ്തഅജിർ, ഉപ്പ വെറുതെ വർത്താനം പറഞ്ഞിരിക്കല്ല, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്ക്, ഒരു കൂലി കൊടുക്ക്, നമ്മൾ ഇത്രയും നല്ല ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഉപ്പ പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബ്നതയ്യ ഹാതൈൻ, എൻ്റെ ഈ 2 പെമ്മക്കളിൽ ഒന്നിനെ നിനക്ക് കെട്ടിച്ചേരാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നു. നല്ല കൂലി, റാഹത്തായി, ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ ജീവിതം സുഖമായി. പക്ഷേ അവിടെയാട്ടോ പോയിന്റ്, അലാ അൻ തഅജുറനി 8 ഹിജജ്, 8 കൊല്ലം നീ എൻ്റെ ആടുകളെ മേച്ച് ആട്ടിടനായി ജീവിച്ചാൽ എൻ്റെ മോളെ തരാം. ഇന്ന് പുതിയാപ്പിളോട് അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാവും? നേരെ ഉൾട്ടയാ ഇന്ന് പുതിയാപ്പിള പറയാ, 8 കോടി തന്നാൽ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ മുള കെട്ടിയിട്ട് പോവാം, വേണ്ട മോനെ നീ കെട്ടണമെന്ന് ഉണ്ടെങ്കിൽ വിട്ടേക്കണം ചോദിച്ചാല്. 8 കൊല്ലം ആടിനെ മേക്കലാണ് മഹർ മൂസാ നബിന്റെ. ഉപ്പ പറയാണ്, പിന്നെ 10 പൂർത്തിയാക്കിയാൽ നല്ലത്, 2 കൊല്ലം കൂടിയാക്കി 10 കൊല്ലം ആടിനെ മേച്ചോളി. മൂസാ അലൈഹി വസല്ലം 10 കൊല്ലം പൂർത്തിയാക്കി, 10 കൊല്ലം ആട്ടിനെ മേച്ചു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔ കമാ ഖാല റസൂലുള്ളാഹ്, ബനു ഇസ്രായീൽ എന്നൊരു വലിയ ആട്ടിൻകൂട്ടത്തെ പോറ്റാനുള്ള ടീമാണ്. അതിന്റെ തർബിയത്താണ് ഈ 10 കൊല്ലം ആട്ടിൻകുട്ടികളെ കൊണ്ടു കൊടുത്തത്. ആട്ടിനെ പോറ്റിയിട്ടുണ്ടോ? ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ടീമാണ്. ഇര നടത്തിയാൽ അങ്ങോട്ട് പോകും, ആടുന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ വീടുന്ന് അങ്ങോട്ട് പോകും, പിന്നെ ആടുന്ന് അങ്ങോട്ട് പായും. അതിന്റെ ബാക്കിൽ നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. തർബിയത്ത് അല്ലാഹു കൊടുത്തു മൂസാ നബിക്ക് 10 കൊല്ലം. 10 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ കെട്ടിച്ചു കൊടുത്തു. പുതിയാപ്പളുടെയും പുതിയൻ്റെയും യാത്ര അടുത്ത ക്ലാസ് പറയാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അള്ളാഹു ഈ മാസത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.